നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആർട്ടിക്കിൾസിനെ കുറിച്ചിട്ടാണ്. ഏതൊക്കെയാണ് ആർട്ടിക്കിൾസ്? എ ആൻഡ് ദ, ഇതിനെയാണ് ആർട്ടിക്കിൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആർട്ടിക്കിൾസിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ PSC ചോദിക്കാറുണ്ട്. ആർട്ടിക്കിൾസിനെ നമുക്ക് രണ്ടാക്കിയിട്ട് തിരിക്കാം. ഏതൊക്കെയാണത്? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ഡെഫിനിറ്റ് ആർട്ടിക്കിളും. ഏതൊക്കെയാണ്? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ഡെഫിനിറ്റ് ആർട്ടിക്കിളും. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ദ ചേർക്കുന്നതാണ്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എയും ആനും എവിടെയൊക്കെ ചേർക്കുക എന്നുള്ളതാണ്. അതിൽ ദ ചേർക്കുന്നത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്താണെന്ന് നോക്കാം. എ എന്നത് കോൺസണൻസിൻ്റെ മുന്നിലും ആൻ എന്നത് വവൽസിൻ്റെ മുന്നിലും യൂസ് ചെയ്യുന്നു. എന്താണ് ഈ കോൺസണൻസ് എന്ന് പറഞ്ഞാൽ? മലയാളത്തിലെ വ്യഞ്ജനാക്ഷരങ്ങൾക്കാണ് നമ്മൾ കോൺസണൻസ് എന്ന് പറയുക. ക, ക, ഗ, ങ എന്നുള്ളതില്ലേ, അതിനാണ് വ്യഞ്ജനാക്ഷരങ്ങൾ ഇംഗ്ലീഷിൽ കോൺസണൻസ് എന്ന് പറയുന്നത്. വവൽസ് സ്വരാക്ഷരങ്ങളാണ്. മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾക്കാണ് എന്ത് പറയുക? വവൽസ് എന്ന് പറയുക. അതിന് ഇംഗ്ലീഷിൽ നമ്മൾ ഏതൊക്കെ അക്ഷരം യൂസ് ചെയ്യും? എ, ഇ, ഐ, ഒ, യു, വൈ. ഇതിൻ്റെ മുന്നിൽ ആൻ എന്നുള്ളതാണ് ചേർക്കുക. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. എ പെൻ, എ ബുക്ക്. ഇവിടെ കോൺസണൻസിൻ്റെ മുന്നിൽ എ ചേർത്തിരിക്കുന്നു. ആൻ ആർഗ്യുമെൻറ്റ്, ആൻ ഒക്ടോപ്പസ്. ഇവിടെ വവൽസിൻ്റെ മുന്നിൽ ആൻ ചേർത്തിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് യുണീക്കായിട്ട് നോക്കാം. എ യൂണിറ്റ്, എ യുണീക്ക്, എ യൂറോപ്യൻ, എ 1 rupees. ഇവിടെ എയും യുയും ഒക്കെ, ഇയും യുവും ഒയും ഒക്കെ യൂസ് ചെയ്തെങ്കിലും നമ്മൾ എ ആണ് ഉപയോഗിക്കുന്നത്. കാരണം ഉച്ചാരണം യാന്നും വാന്നുമാണ്. അതേപോലെ എൻ ആർഗ്യുമെൻറ്റ്, എൻ അവിടെ എച്ച് സൈലൻ്റ് ആണ്, അതുകൊണ്ട് ആൻ എന്നുള്ളത് ചേർക്കുന്നു. ഇനി അബ്രിവിയേഷൻസ്, അതായത് ചുരുക്കെഴുത്തിൻ്റെ മുന്നിൽ എന്ത് ചേർക്കുന്നു? ആൻ MLA, അതായത് എ എന്നുള്ള ഉച്ചാരണമാണ്. ചുരുക്കെഴുത്തിനൊക്കെ പൊതുവേ എന്നുള്ള NLD ക്ലർക്ക്, NRPA ഗവർണർ, അങ്ങനെയാണ്. അബ്രിവിയേഷൻസിന് മുന്നിൽ എൻ ചേർക്കുന്നു ചുരുക്കെഴുത്തിൻ്റെ മുന്നിൽ. ഇനി കാസ്റ്റ്, റാങ്ക്, പോസ്റ്റ്, റിലീജിയൻ, പ്രൊഫഷൻ, കമ്മ്യൂണിറ്റി, നാഷണാലിറ്റി, ഇതിൻ്റെയൊക്കെ മുന്നിൽ നമ്മൾ ആർട്ടിക്കിൾസ് ചേർക്കാറുണ്ട്. നോക്കൂ. ഷീ ഈസ് ആൻ IAS ഓഫീസർ. He is an Indian. She is a Hindu. She is a Hindu. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? പരിഹരിക്കാം. ഓക്കെ, ബൈ.